Hello my wonderful students, welcome back to the second part of Matchbox. Matchboxിലെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എവിടെയാണ് നിർത്തിയത്? അതെ, കത്തിന്റെ കാര്യത്തിലല്ലേ. ഒരു കത്ത് കിട്ടി, ആ കത്തുമേൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊക്കെ നമിതയുടെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മനസ്സിലായി. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എവിടെയാണ് നമ്മൾ നിർത്തിയത്? യെസ്, ഈ നമിതയ്ക്ക് വരുന്ന എല്ലാ കത്തുകളും എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമിതയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള അവരുടെ ആ ഒരു ഡൗട്ട്, ആ ഒരു സസ്പിഷ്യസ്, ആ ഒരു സംശയം ദൃഢമായി അല്ലെ. കൂടുതൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് റൂട്ടഡ് ആയി. കാരണം എന്താ വെച്ചാല് ഈ ഒരു ആ കത്ത് ഇപ്പൊ ലോണ്ടറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന അതിൽ നിന്ന് കിട്ടിയ കത്തിന്റെ രൂപം ചുരുട്ടി കൂട്ടിയിട്ടുള്ളതായിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിലായി ഇയാൾ പർപ്പസ്ഫുള്ളി നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ഇതിലൂടെ തന്റെ സംശയം അവിടെ ഉറപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ നിർത്തിയത്. ഇനി നമുക്ക് നേരിട്ടിട്ട് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഏകദേശം ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഗ്രേറ്റ്. Where I stopped yesterday. Yes. So I'm going to read the rest of the portions. Please listen, Mia. If you have the textbooks, I suggest you to look on the textbook as well. Even though to this day Ajit can't truthfully make the claim that she has been able to discover any letter in the slightest degree suspicious. അപ്പൊ നമുക്കറിയാം, ആദ്യത്തെ തവണയൊന്നുമല്ല ഈ അജിത്ത് ലെറ്റർ പൊട്ടിച്ച് വായിക്കുന്നത്. ഇത് അവന്റെ ഒരു ശീലമാണ്. അപ്പോ എത്ര ലെറ്റർ പൊട്ടിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മീൻസ് ഒരു തവണ പോലും ഒരു സംശയം തോന്നിപ്പിക്കുന്ന ഒരു മറ്റൊരാളിൽ നിന്നുള്ള സംശയം തോന്നിപ്പിക്കുന്ന ഒരു ലെറ്ററും, അങ്ങനത്തെ ഒരു ഇല്ലീഗൽ ലെറ്ററൊന്നും നമ്മൾ അജിത്തിന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ബട്ട് അത് അയാളൊരു ക്യാരക്ടറാണ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അജിത്തിന്റെ നേച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് അജിത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്കെച്ച് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗം വേണം നിങ്ങൾ റെഫർ ചെയ്യാനും എഴുതാനും. ഓക്കെ, Still this ugly habit of his won't go. Not with Namida's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. ഈ ഒരു അഗ്ലി ഹാബിറ്റ്, വാട്ട്സ് ദ അഗ്ലി ഹാബിറ്റ്? യെസ്, നമുക്കറിയാം ഒരാളുടെ ലെറ്റർ പൊട്ടിച്ചു വായിക്കുന്നത് ഒരിക്കലും നല്ലൊരു ശീലമല്ല, അതൊരു അഗ്ലി ഹാബിറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ സ്റ്റോറിയിൽ പറയുകയാണെച്ചെങ്കിലും ഒരു ഹസ്ബൻഡ് ഒരു വൈഫിന്റെ ലെറ്റർ പൊട്ടിച്ചു വായിക്കുന്നത് എന്താ ഇത്ര തെറ്റ് എന്ന് ചിലപ്പോ നമ്മളുടെ ഉള്ളിലേക്ക് കൂടെ ഒരു സംശയം ഓടിപ്പോകാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. അത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു തോതനുസരിച്ച്, അതിന്റെ ഒരു പാറ്റേൺ അനുസരിച്ചായിരിക്കും അതിൽ ശരിയും തെറ്റും. ബട്ട് ജനറലി എങ്ങനെയാണ് ഒരാളുടെ കത്ത് അയാൾ തന്നെ പൊട്ടിച്ചു വായിക്കുന്നതാണ് അതിന്റെ ശരിയായ മാനേഴ്സ്. ഈ അഗ്ലി ഹാബിറ്റ് മാറ്റാൻ വേണ്ടി നമിത പല ട്രിക്കുകളും പ്രയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല പരിപാടികളും ചെയ്തു നോക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്നും ഇത് മാറ്റാൻ പറ്റിയിട്ടില്ല. അത് എന്തെല്ലാമാണ് എന്നതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. നോട്ട് വിത്ത് നമിതാസ് ഏങ്കർ, ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഒത്തിരി. നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഒഫൻസ്, അതിനെതിരെ കൂടുതൽ പറ്റില്ല പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആള് എതിർത്ത് നിന്നിട്ടുണ്ട്. ഈ ഒരു ശീലം അതും നടന്നിട്ടില്ല, അതുകൊണ്ടൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്. റിപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിപ്രോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് നമ്മളോട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി നമുക്ക് ഇഷ്ടമില്ല, അപ്പൊ നമ്മളത് പ്രകടിപ്പിക്കുക. ഓക്കെ, അയാൾ നമ്മളോട് ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നമുക്കുള്ള നിരാശ, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഡിസപ്രൂവൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇതിനെയാണ് റിപ്രോച്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ അപ്പൊ തന്റെ ഇഷ്ടക്കേട് നമിത പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടും ഒരു രക്ഷയുണ്ടായില്ല. ഹെർ ട്രൈയിങ് ടു ഷെയിം ഹിം, പലതവണ നാണക്കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു രക്ഷയുണ്ടായിട്ടില്ല. സക്കാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിഹസിക്കുക, പുച്ഛിക്കുക, അതൊരു നമ്മള് ഐറണിക്കലി നമ്മുടെ ഒരു പ്രതിഷേധം കാണിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും യാതൊരുവിധ മാറ്റവും ഇയാൾക്ക് സംഭവിച്ചിട്ടില്ല. സ്റ്റിൽ ഹി കീപ് ഓപ്പണിംഗ് ദ ലെറ്റേഴ്സ് ഓഫ് അജിത. യെസ്, ഇനി പറയാണ് ഇഫ് ഷി മെൻഷൻ ഇറ്റ്. ഇതൊക്കെ ആരാ പറയുന്നത്? യെസ്, റൈറ്ററാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ഷി മെൻഷൻസ് ഇറ്റ്, ഫസ്റ്റ് ഹി ട്രൈസ് ടു laugh it away. ഇനിയിപ്പോ അജിത ഒന്ന് മെൻഷൻ ചെയ്തു, നിങ്ങൾ ചോദിച്ചു, എന്താ ചെയ്യാന്നറിയോ? ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു തള്ളുക എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. laugh it away, ചിരിച്ചു തള്ളും. And if
laughter doesn't get him out of deep water, he scolded her. Out of deep water. അതെന്താ ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ? അത് ഒരു ഇഡിയം, ഒരു ശൈലിയാണ് ഇംഗ്ലീഷിലെ. നമ്മൾ പറയും ഡോണ്ട് ബി ഇൻ ഡീപ്പ് വാട്ടർ. ഡോണ്ട് ബി ഇൻ ഡീപ്പ് വാട്ടർ എന്താ അതിന്റെ അർത്ഥം? കൂടുതൽ പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടല്ലേ, കൂടുതൽ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു നല്ലതല്ലാത്ത എന്തെങ്കിലും സംഭവത്തിൽ ചെന്ന് ചാടാനാണ് ഇൻ ഡീപ്പ് വാട്ടർ എന്ന് പറയുക. ഇവിടെ ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ, അതായത് അവൻ ഓൾറെഡി അവന്റെ ആ ഒരു ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ഇപ്പൊ ചിരിച്ചു തള്ളി, എന്നിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ ഹി സ്കോൾസ് ഹെർ. എന്ത് ചെയ്യും? അവളെ വഴക്ക് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പ്രതികരണത്തോടൊക്കെ ഇയാൾ പ്രതികരിച്ച്, ഈ അജിതയുടെ ഇഷ്ടമില്ലായ്മയോട് അല്ലെങ്കിൽ ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്തിട്ടും ഇയാൾ എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു എന്നാൽ ഈ ചിരിച്ചു തള്ളും അല്ലെങ്കിൽ വഴക്ക് പറയും. ഷീ സീസ് പെർഫെക്റ്റ്ലി. ഓക്കെ, ഇത്രയും നമ്മളിപ്പോ അജിത്തിന്റെ നേച്ചർ മനസ്സിലായല്ലോ. അപ്പൊ അജിത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു ഭാഗം നിങ്ങൾ റീഡ് ചെയ്യുക, സ്വയം എഴുതുക. എവിടെ നിങ്ങൾ നിങ്ങളുടെ റഫ് കോപ്പി സ്വയം ഉണ്ടാക്കുക. നിങ്ങൾ ഈ പോർഷൻ വായിക്കുക, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് സ്വയം എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് വേർഡ്സുകൾ കിട്ടില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല, ഉണ്ടായിക്കോട്ടെ. അപ്പൊ നിങ്ങൾ അടുത്ത ഇതിനെ സമീപിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ വെബ്സൈറ്റ് ആയാലും നമുക്ക് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് പലവിധ സോഴ്സിലൂടെ. ഒക്കെ നോക്ക്, വീണ്ടും വായിക്കുക. ആ വായിച്ച് മനസ്സിലായത് എന്തോ അത് എഴുതുക. ഒരിക്കലും ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കരുത് പ്ലീസ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എഴുതുക. ഒരു റഫ് പേപ്പർ ആൻഡ് പെൻ, ദാറ്റ്സ് ഇറ്റ്. അതിനൊരു ബുക്കോ കാര്യങ്ങളൊന്നും ഉണ്ട്, എവിടെയെങ്കിലൊക്കെ എഴുതിച്ചാൽ മതി. ഓക്കെ, എഴുതുക. എഴുതി ആ എഴുത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് വരും. ഓക്കെ, കാരണം അങ്ങനെ ഇപ്പൊ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാട് തോന്നും ഈ എഴുതാക്കെ പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ. കാരണം നമുക്ക് ചിലപ്പം കറക്റ്റ് ആയിട്ട് വേർഡ്സുകളൊന്നും വന്നു വരില്ല. ഇറ്റ്സ് ഓക്കെ, എല്ലാവരും അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ആദ്യം കഷ്ടപ്പെട്ടാലും പിന്നീട് നമുക്ക് ഇതുപോലുള്ള ലിറ്ററേച്ചർ നിങ്ങൾ ഇതുപോലെ ഇത് കേട്ടാൽ മതി. ഓക്കെ, ആ കഥ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളെ ആൻസർ ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പൊ ഇച്ചിരി ഒരു ക്ഷമ കാണിച്ച് എഴുതിപ്പോ ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമല്ലോ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് മിസ് അങ്ങനെ പറയുന്നത്. അതൊന്ന് സീരിയസ് ആക്കി എടുക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം മിസ്സിന് അനുഭവമുള്ള കാര്യമാണ് മിസ് പറയുന്നത്. മിസ് മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന സമയത്ത് മിസ്സിന് ഈ പറഞ്ഞ പോലെ അധികം വൊക്കാബുലറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മിസ്സിന് പഠിപ്പിച്ചിരുന്നവരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ എഴുതുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എഴുതാൻ. സ്വയം ഉണ്ടാക്കി എഴുതുമ്പോഴൊക്കെ ഒരുപാട് മിസ്റ്റേക്സും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ബുദ്ധിമുട്ടെങ്കിൽ പിന്നെ ഈ പ്ലസ് ടുവിന്റെ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഈസി ആയി ഇംഗ്ലീഷ്. ഓക്കെ, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഇനി നമ്മൾ സീനിലേക്ക് തിരിച്ചു വരിക. അപ്പൊ ഇത്രയും നമ്മുടെ എഴുത്തുകാരിയാണ് നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. നമ്മുടെ സീൻ എവിടെയാണ് എൻഡ് ചെയ്തത്? യെസ്, കത്ത് കയ്യിൽ കിട്ടി, ആ ഡ്രസ്സൊക്കെ അവിടെ നിലത്ത് ഇട്ടു, വായിക്കാൻ വേണ്ടി ഇരുന്നു അല്ലെ, അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി നമ്മൾ സീനിലേക്ക്, ബാക്ക് ടു ദ സീൻ. ഓക്കെ, ഷി സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. ലെറ്റർ കയ്യിൽ കിട്ടി, എല്ലാം അവിടെ ഇട്ടു, ഇരുന്നു, ലെറ്റർ ഒന്ന് വായിച്ചു. ഇറ്റ്സ് നത്തിങ് മച്ച്. A letter from Nomida's mother. ഒന്നുമില്ല, നൊമിതയുടെ അമ്മയുടെ ഒരു കത്തായിരുന്നു. ഇതാണ് ഇയാൾ ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിട്ടത്. It's her standard speech. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. ഇവിടെ നമ്മുടെ എഴുത്തുകാരി പറഞ്ഞു തരികയാണ്, ഈ അമ്മ കീപ് റൈറ്റ്, ആളെപ്പോഴും ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഈ പാരഗ്രാഫിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും ലെറ്ററുകളിലെല്ലാം എന്നും ഒരേപോലെയാണ്, ഒരു പുതുമയും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. പതിവ് പോലെ ആൾ എഴുതിയിരിക്കുകയാണ്. ദ ഗുഡ് വുമൻ ഹാസ് once again placed. The good woman has. Good woman എന്നിവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നമിതയുടെ അമ്മേനെ. ഓക്കെ, അത് രണ്ട് സെൻസിലാണ്. അവിടെ ഐറണിക്കലി വേണമെങ്കിൽ നമുക്ക് ഗുഡ് വുമൺ എന്ന് പറഞ്ഞെന്ന് വരാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ, ആ നല്ല സ്ത്രീ എന്നിവിടെ പറയാൻ കാരണം എന്തെന്ന് വഴിയെ മനസ്സിലാവും. പ്ലേസ്ഡ് ഓൺ ഹെർ കംപ്ലൈനിങ്, ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ തന്നെ അമ്മയ്ക്കുള്ള പരാധീനതകള്, ബുദ്ധിമുട്ടുകള്, കംപ്ലീറ്റ് കഷ്ടപ്പാടുകൾ ഇതെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് ഈ ലെറ്ററിൽ. അതാണ് ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ദ റെക്കോർഡ് ഓഫ് ദ ന്യൂസ് ഓഫ് ഹെർ വാരിയസ് ഹാർഡ്ഷിപ്സ് ആൻഡ് കംപ്ലൈൻസ് ഗെറ്റിംഗ് വേഴ്സ്, മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺസ്. ദൗർഭാഗ്യകരമായ ആ എന്താ പറയുക, ഭാഗ്യദോഷം എന്തൊക്കെയോ അവർ പറയില്ല, അങ്ങനെ കണ്ടിട്ടില്ലേ ചില സ്ത്രീകൾ എപ്പോഴും കംപ്ലൈനിങ് ആണ് അവര്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നത് വെച്ചാല്, ദ സീലിംഗ് ഓഫ് ഹെർ റൂം ഇസ് ക്രാക്ഡ് ആൻഡ് ദ റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. ഇഫ് ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ്, if it is not immediately remedied. ഇവിടെ എന്താ പറയുന്നത്,
മഴ പെയ്തിട്ടുള്ള വെള്ളമൊക്കെ എന്താ പറയുക റൂഫില്ലേ വീടിന്റെ മേൽക്കൂര അതിൽ കൂടെ ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? She will have to die crushed under the weight of a collapsed roof. എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീണ് അതിന്റെ അടി കിടന്ന് മരിച്ചു പോകും. ഇതൊക്കെയാണ് അമ്മയുടെ ലെറ്ററിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. ഇവിടെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നുണ്ട് റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സീസ്ലെസ്? സീസ്ലെസ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ്, നോൺ സ്റ്റോപ്പ്. സ്ട്രീംസ്, സ്ട്രീം എന്താ നമുക്കറിയാം അല്ലെ? സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരോ റിവർ, ഒരു ചെറിയ അരുവി അല്ലെങ്കിൽ ബ്രൂക്ക് എന്നൊക്കെ പറയാം. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് എന്താ പറയുക ഒരു മെറ്റഫറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സീസ്ലെസ് സ്ട്രീംസ്, ഈ നിലയ്ക്കാത്ത അരുവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീടൊക്കെ ഒരു അരുവി, കൊച്ചരുവി പോലെയായി എന്നൊക്കെ പറയാനും. റൂഫിൽ നിന്ന് വെള്ളമൊക്കെ താഴെ വീണ് ഇതെല്ലാം കൂടി കെട്ടിമണിഞ്ഞെന്റെ മേലേക്ക് വീഴും. ഞാൻ അതിന്റെ ഭാരം കൊണ്ടായിരിക്കും എല്ലാം ഏർപ്പെട്ടിട്ടായിരിക്കും ഞാൻ മരിച്ചു പോവുക. ഇതൊക്കെയാണ് അമ്മയുടെ പരാതികൾ. ബട്ട് of course she does not dread that eventuality. പക്ഷേ she does not dread of this eventuality. ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലൊന്നും അവൾക്ക് യാതൊരുവിധ വറിയുമില്ല, ഒരു വിഷവുമില്ല, ഒരു ഭയവുമില്ല. ഡ്രെഡ് എന്ന് പറഞ്ഞാൽ ഫിയർ, അല്ലെങ്കിൽ നമുക്ക് അതിനെ വറീഡ് അബൌട്ട് എന്നൊക്കെ പറയാം. ഇതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഭയമോ വറിയോ ഒന്നുമില്ല. ഇവൻച്വാലിറ്റി പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ഭയമില്ല. വൈ? ഹെർ ഡോട്ടർ ഈസ് എ ക്വീൻ. എന്റെ മകളൊരു രാജ്ഞിയാണ്. ഹെർ സൺ ഇൻ ലോ ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്, വിശാല മനസ്കനായ എന്റെ മകളാണെങ്കിൽ രാജ്ഞി. ദെൻ വൈ ഷുഡ് ഐ? എന്തിനു ഞാൻ വറി ചെയ്യണം അല്ലെ? ഇന്ന ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. അമ്മയുടെ കത്തിന്റെ കണ്ടന്റ് പറയണേ. therefore ആയതിനാൽ എക്സെട്ര എക്സെട്ര എക്സെട്ര. ആയതിനാൽ ഇനി നമുക്ക് ഊഹിക്കാം, നീ ഒരു രാജ്ഞിയാണല്ലോ, എന്റെ മരുമകനാണെങ്കിൽ വിശാല മനസ്കനാണല്ലോ. അപ്പൊ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്താ പ്രശ്നം അല്ലെ? നമ്മള് അമ്മ പോയിന്റിലേക്ക് കിടക്കുകയാണ്. എങ്ങനെ ഇതൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നീ ഒന്ന് അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് സുഖമായിട്ട് ഇവിടെ ജീവിച്ചോളാം. എനിക്കിപ്പോ അതിന്റെ വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അമ്മ ആസ് യൂഷ്വൽ ഷീ സീക്കിംഗ് മണി. അപ്പോ എന്തുകൊണ്ടാണ് അമ്മ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കത്തയച്ചുകൊണ്ടിരിക്കുന്നത്? യെസ്, ഫോർ വാട്ട്? എന്തിനു വേണ്ടി? കാശിന് വേണ്ടിയിട്ട്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല ഇപ്പൊ തന്നെ? എന്തുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ എപ്പോഴും മകളോട് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ശ്രദ്ധിക്കാം. ആൻ ഇൻഡിജന്റ് വിഡോ without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. എന്താണ് സെന്റൻസ്? ആൻ ഇൻഡിജന്റ് വിഡോ. ഇൻഡിജന്റ് മീൻസ് പൂവർ. എന്തുകൊണ്ട് പൂവർ വിഡോ എന്ന് പറഞ്ഞില്ല? ഇൻഡിജന്റ് എന്ന് പറഞ്ഞാൽ പൂവർ എന്ന് മാത്രമല്ല, നീഡി, അതായത് പാവപ്പെട്ടവരുമാണ്, എന്നാൽ ഒരുപാട് ആവശ്യങ്ങളും ഉണ്ട്. നീഡിയാണ്, എപ്പോഴും ഓരോ ആവശ്യങ്ങളും ഉണ്ട്. ഇത് ഈ ടൈപ്പ് ഓഫ് ഒരു വിഡോ മീൻസ് അറിയാം. അപ്പോ വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ആരുമില്ല, വിഡോ ആണ്, ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളും ഉള്ള ആളുമാണ്. എന്നാലും ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലി. തന്റെ മകളെ ഒരു സമ്പന്നമായ കുടുംബത്തിലേക്ക് കൺസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഏൽപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അതായത് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റി, ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റി. അതിലവള് അവര് സക്സസ്ഫുൾ ആണ്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ നിന്ന് അമ്മയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലായില്ലേ? ആള് പാവപ്പെട്ടത് മാത്രമല്ല, ഷീസ് ഓൾവേസ് നീഡി, ഷി ഹാസ് ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്സ്. സോ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എപ്പോഴും കാശ് ആവശ്യമാണ് ആൾക്ക്. ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ് ടേക്കിംഗ് ക്രെഡിറ്റ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹെർ സ്കിൽ ഇൻ ദ മാറ്റർ. ഈ ആളാണെങ്കിൽ, അമ്മയാണെങ്കിലോ, ഈ ഒരു സ്കിൽഫുൾനെസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഷി കീപ്സ് ടെല്ലിംഗ് ദിസ് വൺ. ഓക്കെ, ഏത് ചെറിയ സന്ദർഭത്തിലായാലും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയാണ് സന്ദർഭം നോക്കി നടക്കും. ഷി ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ എലോങ്. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഒരു പോയിന്റ് എന്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടോ, ഇതൊന്നുമില്ല, കാശുമില്ല, ആകെ ദരിദ്രരാണ്. പക്ഷെ എന്തുകൊണ്ട് എങ്ങനെ ഈ ഒരു വെൽത്തി ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റി? ബിക്കോസ് എന്തുകൊണ്ടാണ്? സ്ട്രെങ്ത് ലുക്സ് എലോൺ. സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, നമിത
is a beautiful lady. അവരൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി ആയിരുന്നു. അപ്പൊ ആ ഒരു സൗന്ദര്യം മാത്രമാണ് അത് മാത്രമാണ് ഒരു സ്ട്രെങ്ത് ഉള്ളത്. ഇത് വെച്ചുകൊണ്ട് തന്റെ മകളെ ഒരു നല്ലൊരു ഫാമിലിയിലേക്ക്, ഐ മീൻ വെൽതി ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു സക്സസ്ഫുൾനെസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, whenever Ajit sees, അപ്പൊ ഇത്രയും ഇതിൽ നിന്നും അമ്മയുടെ ഒരു ക്യാരക്ടറും അമ്മയുടെ ലെറ്ററിന്റെ ഒരു കണ്ടന്റും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്, വായിക്കുക, എഴുതുക. Whenever Ajit sees a new letter from Namida's mother, he smiles derisively and says, "Why bother to read that? I'll go and fill out a money order form." See, എപ്പോഴൊക്കെ അജിത്ത് അമ്മയുടെ ലെറ്റർ കണ്ടിട്ടുണ്ടോ, എന്താ പറയാ, അത് വായിച്ച നേരം കളയണ്ട. എന്തിനാണ് അത് വായിക്കാൻ, വൈ യു ബോദറിങ് ഫോർ റീഡിങ് ഇറ്റ്, എന്തിനാണ് അത് വായിക്കാൻ വേണ്ടി പിന്നെ സമയം കളയുന്നത്, അത് ഞാൻ വേഗം പോയി ഒരു മണി ഓർഡർ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുത്തോളാം. അതായത് അതിന്റെ അർത്ഥം അത് എങ്ങനെയാണ് പറയുന്നത്, ഡെറിസീവ്ലി പറഞ്ഞാൽ ഒരു പുച്ഛത്തോടു കൂടിയിട്ട് പരിഹാസത്തോടു കൂടി പറയാണ്. ഓക്കെ, അമ്മയുടെ ലെറ്റർ വന്നിട്ടുണ്ടല്ലേ, ഓക്കെ ഞാൻ പോയി കാശ് അയച്ചു കൊടുത്തോളാം. അപ്പൊ അതിന്റെ കണ്ടന്റ് എന്താന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ആ ഒരു പരിഹാസം. നമിതാസ് ഹെഡ് ഹാങ്സ് ലോ with the shame and the insult of it. Of course, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന്, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിൽ മറ്റാരെങ്കിലും സ്വന്തം പാരന്റ്സിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ എങ്ങനെ ആയിക്കോട്ടെ, ഓഫ് കോഴ്സ് അത് നമുക്ക് അത്ര രസിക്കില്ല, നമുക്കതൊരു ഇൻസൾട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല, അതൊരു നാണക്കേട് കൂടിയാണ്. അപ്പൊ തല താഴ്ത്തിയിരുന്നു. സോ അത് എന്നിട്ട് ഇത് ഇനി പറയാൻ പോകുന്ന കാര്യം, some time ago, out of anger and grief, Nomida forbade her mother from writing to her on postcards. ഇനി ഇത് റൈറ്റർ പറയാണ്, നമിത മുന്നേ ഒരു കാര്യം ചെയ്തിരുന്നു. എന്താണ്, അമ്മ പോസ്റ്റ് കാർഡിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഈ വിഷമവും, ഗ്രീഫ് എന്ന് പറഞ്ഞ വിഷമം, ആങ്കർ പറഞ്ഞ ദേഷ്യം, ഇതിന്റെയൊക്കെ പുറത്ത് അമ്മേനെ വിലക്കിയിരുന്നു. ഫൊബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിലക്കിയിരുന്നു. എന്തിന്, പോസ്റ്റ് കാർഡിൽ എഴുതരുത്. പോസ്റ്റ് കാർഡ് എന്താ നിങ്ങൾക്ക് അറിയോ, പോസ്റ്റ് കാർഡ് കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ പോസ്റ്റ് കാർഡ്, ഇൻലൻഡ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയണ്ടാവില്ല. പോസ്റ്റ് കാർഡ് പറഞ്ഞാൽ ഇറ്റ്സ് എ ഓപ്പൺ കാർഡാണ്. നമുക്ക് പോസ്റ്റൽ സർവീസ്, അതായത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ഓപ്പൺ കാർഡാണ്. ഓക്കെ, അപ്പൊ അതിലെ മെസ്സേജ്, നമ്മൾ എഴുതിയ കണ്ടന്റ് എല്ലാവർക്കും വായിക്കാം. ആ കാർഡ് പാസ് ചെയ്ത് പോകുന്ന എല്ലാവർക്കും അത് വായിക്കാൻ പറ്റും. അത് ഹൈഡ് ചെയ്തിട്ടില്ല. അതാണ് പോസ്റ്റ് കാർഡ്. ഇറ്റ്സ് ഒരു ഇൻഡിവിജ്വൽ കാർഡ്. അപ്പോൾ ഈ കാർഡിൽ എഴുതരുത് എന്ന് അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയുടെ ഈ പ്രാരാബ്ദങ്ങൾ മൊത്തം എല്ലാവരും വായിക്കില്ല. ഇവരാണ് ഒരു ജോയിന്റ് ഫാമിലിയും കൂടിയാണ് അല്ലേ. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ്, അപ്പൊ ഒരു കാര്യം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ, വൈ, എന്തുകൊണ്ടാണ് അമ്മേനെ ഫോർവേഡ് ചെയ്തത്, ഈ പോസ്റ്റ് കാർഡ് എഴുതുന്നത്? ഷീ തോട്ട് ദാറ്റ്, ഇവൾ ചിന്തിച്ചു. ഫ്രം ദെൻ, അവിടുന്ന് അങ്ങോട്ട്, ഷീ വുഡ് ട്രൈ ടു സെൻഡ് ഹെർ എ ലിറ്റിൽ മണി, whatever she could pull together in secret. അവിടുന്ന് അങ്ങോട്ട് അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാം. ഞാൻ സീക്രട്ടായിട്ട് ഒരുക്കൂട്ടി വെച്ചിട്ടുള്ള എന്റെ കയ്യിലുള്ള ചെറിയൊരു മണി ഉണ്ടാവുമല്ലോ, നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ പോക്കറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടും, അതല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ വലുതും സാധനങ്ങൾ മേടിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഹൗസ് വൈഫിന്റെ കയ്യിൽ ചില്ലറ തടയും, അതെല്ലാവരും കൂട്ടി വെക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അവർക്ക്. അങ്ങനെ കിട്ടുന്ന എന്റെ ഈ സീക്രട്ട് മണി ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മേനെ തടഞ്ഞു, വിലക്കി. സോ എന്നിട്ട് എന്തുണ്ടായി? This was what came of letters in envelopes too. അപ്പൊ അമ്മ ആരാമോളും, അമ്മ പിടിക്കാം. അമ്മ ഓക്കെ, പോസ്റ്റ് കാർഡ് വേണമെങ്കിൽ പോസ്റ്റ് കാർഡ് വേണ്ട, നോ വറീസ്. അമ്മ എൻവലപ്പില് ലെറ്റർ പേജിലൊക്കെ എഴുതി എൻവലപ്പ് ആയിട്ട് ഒട്ടിച്ച് അയക്കാൻ തുടങ്ങി. പക്ഷെ ലെറ്ററിന്റെ ഉള്ളിലത്തെ സംഭവം സെയിം തന്നെയായിരുന്നു. പോസ്റ്റ് കാർഡിൽ വന്നിരുന്ന അതേ ലെറ്റർ തന്നെയായിരുന്നു എൻവലപ്പിലും വന്നിരുന്നത്. അതായത് കണ്ടന്റിലൊന്നും യാതൊരു മാറ്റമില്ല. ആ സെയിം പരാതികളും പ്രശ്നങ്ങളും, seeking for the money as well. Okay. Suddenly, പെട്ടെന്ന്, Nomita flames into anger at her mother. Okay, now back to the scene. ആള് ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതേപോലെ ലെറ്റർ വായിച്ചപ്പോൾ മനസ്സിലായി അമ്മയുടെ പരാതികളെ തന്നെയാണ്. പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വീണ്ടു. ഓൾറെഡി ആളൊരു അങ്ങനത്തെ ഒരു, എപ്പോഴും ഈ സപ്രസ് ചെയ്യുന്ന ലേഡികൾ, അവര് നമ്മൾ പറഞ്ഞില്ലേ, എന്താ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, കുറെ കംപ്ലൈന്റ്സ് ഉണ്ടാവും, പക്ഷെ പറയാനും ഷെയർ ചെയ്യാനും ആരും ഇല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കുകയാവുക. അപ്പൊ പുറത്തേക്ക് കാണുമ്പോൾ ആള് വളരെ കൂൾ ആൻഡ് കാമാണ്, പക്ഷെ ഉള്ളിൽ എപ്പോഴും ടെൻഷൻ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നമിതയാണ് നമ്മുടെ സ്റ്റോറിയിലുള്ളത്. അപ്പോ ദേഷ്യം വന്നു, പെട്ടെന്ന് ദേഷ്യം വന്നു. വൈ ഡസ് ഷീ കീപ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ അമ്മ എപ്പോഴും എന്നോട് ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, വൈ വോണ്ട് ഷീ ലെറ്റ് നമിത കീപ് ഹെർ സെൽഫ് റെസ്പെക്ട്, ഹെർ ഡിഗ്നിറ്റി? എന്തുകൊണ്ട് ഈ അമ്മ
നമിതയുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ഡിഗ്നിറ്റി. വൈ? ബിക്കോസ് ഈ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. നിന്റെ അമ്മ ബഗിയാണ്, ഓക്കെ ലെറ്റർ വന്നിട്ടുണ്ട്, ഓക്കെ ഞാൻ പോയി മണി ഓർഡർ വെച്ചിട്ട് വരാം. സി ഇങ്ങനെ പരിഹസിക്കുക. അപ്പൊ ഇതൊന്നും അവളുടെ ഒരു സെൽഫ് റെസ്പെക്ടിനെയും അവളുടെ ഡിഗ്നിറ്റിയാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ ഈ അമ്മ കാരണമല്ലേ ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്യാഷ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ബെഗിയുന്നു? നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹെർ മദർ ക്ലിയർലി. ഇപ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും അമ്മോട് വ്യക്തമായിട്ട് എഴുതും, പറയും, ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. ഇതിൽ കൂടുതൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യില്ല, ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയും അരുത്. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് അപ്പത്തെ നമിതയുടെ മൂഡ് എന്താണ്? ഭയങ്കര ദേഷ്യത്തിലാണ് ആള്. ഈ അമ്മയുടെ ഈ ഒരു ക്യാരക്ടർ കാരണം എല്ലാ എന്താ പറയാ റെസ്പെക്റ്റും ഡിഗ്നിറ്റി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് നമിത. ഈ സമയത്താണ് റൈറ്റ് ദെൻ ആര് വരുന്നു? അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെഷർലി സൺഡേ ബാത്ത്സ്. ഓഫ് കോഴ്സ് നമ്മൾ കഥ ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു സൺഡേ ആണ്, ലെഷർ ബാത്ത് ആണ്. ഓഫ് കോഴ്സ് സൺഡേ ഈസ് ഹോളിഡേ. സോ തീർച്ചയായിട്ടും നല്ല ലാവിഷായി കുളിയൊക്കെ കഴിഞ്ഞ ആള് ഇങ്ങോട്ട് റൂമിലേക്ക് വരികയാണ്. Namita's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. ഈ ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഗ്നേഷന്റെ അർത്ഥം പെയിൻ, ആങ്കർ, വേദന, വിഷമം. എന്തിൽ നിന്നും? മറ്റുള്ളവരിൽ നിന്നും നമുക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ള ഈ കുത്തുവാക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു പരിഹസിക്കലിന്റെ ഒക്കെ എല്ലാതിന്റെയും കൂടി നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വരുന്ന ഒരു ദേഷ്യമോ ഒരു വിഷമമോ ഒക്കെ ഇല്ലേ, ഇതെല്ലാം കൂടി സിമ്മറിങ് ഓൾ ദിസ് വൈൽ. സിമ്മറിങ് മീൻസ് ആക്ച്വലി തിളക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്, അതായത് ചൂടാവുക എന്നുള്ള അർത്ഥം. നമ്മുടെ നമിത ആ കൂടി ഒരു ബോംബ് പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ, എല്ലാം കൂടി വന്നു. സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലന്റ്ലി അഗൈൻസ്റ്റ് ഹിം. നമ്മുടെ അജിത്ത് അല്ലേ, അജിത്തിന്റെ അടുത്തേക്ക് പൊട്ടിത്തെറിച്ചു. നമിത റോഴ്സ് ഔട്ട്. നമിത അലറി, റോഴ്സ് ഗർജിച്ചു, ഒരു സിംഹിയായി മാറി. When did this letter arrive? എപ്പോഴാണ് ഈ ലെറ്റർ വന്നത്? അത് ഇതുപോലെ നല്ല നമിത ചോദിച്ചിട്ടുണ്ടാവുക. ഷീ റോർഡ്, അവർ ഗർജിക്കുകയാണ് ചെയ്തത്. When did this? I don't know. എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ ലെറ്റർ കിട്ടിയത്? എപ്പോഴാണ് ലെറ്റർ വന്നത്? അജിത് glances at her obliquely, estimating the magnitude of his error. അജിത്ത് ഇത് കിളി പോയ പോലെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ റൂമിലേക്ക് വന്നപ്പോ നമ്മുടെ നമിത അങ്ങ് പൊട്ടിത്തെറിച്ചു. അജിത്ത് ആ കൂടി ഒരു നോട്ടം, ഗ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നുള്ളൊരു നോട്ടം, ഒന്നും മനസ്സിലാവാത്ത ഒരു നോട്ടം, ഒരു ഹറി ആയിട്ടുള്ള ഒരു നോട്ടം, ബ്രീഫ് ലുക്ക് അറ്റ് ഹെർ ഒബ്ലീക്ലി. എങ്ങനെ? ഒബ്ലീക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ലോപ്പിംഗ്, ചെരിഞ്ഞ എന്നുള്ളൊരു അർത്ഥമാണ്. പക്ഷെ ഇവിടെ ഒരു തലൊക്കെ ചെരിച്ചൊരു നോട്ടം അല്ലേ, ഇതെന്താ പെട്ടെന്നുണ്ടായി എന്നുള്ളൊരു നോട്ടം, അങ്ങനത്തെ ഒരു നോട്ടം. ദെൻ എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. എന്തപ്പുണ്ടായി ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ, അവൻ ചെയ്ത തെറ്റ് എന്താന്ന് മനസ്സിലാവാത്ത പോലെയോ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ഒരു നോട്ടം. Another handful of cash for this, he had thought, and decided not to give the letter to Nomita. He was going to tear it up and throw it away. He has made a big mistake. Actually, ഇയാൾക്കൊരു ഒരു അബദ്ധം പറ്റിയതാണ്. ഇനി വീണ്ടും ഓഫ് കോഴ്സ് ലെറ്റർ കണ്ടപ്പോൾ മനസ്സിലായി, ഇനി അടുത്ത മണി ഓർഡർ അയക്കാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് നമിതക്ക് കൊടുക്കും വേണ്ട, ഇത് ഞാൻ വായിച്ചതിന് ശേഷം കീറിക്കളയാൻ വെച്ചതാ. പക്ഷെ ഇയാൾ കീറിക്കളഞ്ഞില്ല, അതാണ് ഇയാൾ ചെയ്ത തെറ്റ്. നോട്ട് ദാറ്റ് അജിത് ഈസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ഇറ്റ്. ഇനിയിപ്പോ അജിത് ഈസ് നോട്ട് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ദ സെന്റൻസ്. ഇനിയിപ്പോ താനിത് ഇയാൾക്ക് കൊടുത്തില്ല, നമിതക്ക് കൊടുത്തില്ല, പിന്നെ കീറിക്കളഞ്ഞില്ല, അവനക്ക് അതിന്റെ നാണക്കേടും ചമ്പലും കാര്യങ്ങളൊന്നുമില്ല. ആസ് ദോ ട്രൈ ഹാർഡ് ടു റിമെമ്പർ. ഇനി ഇവനക്ക് ഈ ഒരു നമിത ഗർജിച്ചു, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, എപ്പോഴും സൈലന്റ് ആയിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഉള്ളിലെത്തിക്കിട്ടില്ല ഈ നമിത ഒരു പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന സിംഹമായിട്ടാണ് ഇപ്പോ നമ്മുടെ ആരുടെ മുമ്പിൽ നിൽക്കുന്നത്, അജിത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഇനി ഈ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് സർവൈവ് ചെയ്ത് പോവണ്ടേ? അജിത്ത് എന്ത് ചെയ്തു? ആസ് ദോ ട്രൈ ഹാർഡ് ടു റിമെമ്പർ, ഹി സേസ് ലെറ്റർ. വാട്ട് ലെറ്റർ? ഓ യെസ് indeed. There was a letter from your mother. I just hadn't got around to give it to you. ലെറ്ററോ? അല്ല, ലെറ്ററോ? ഏത് ലെറ്റർ? യെസ്, ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, നിന്റെ അമ്മയുടെ ലെറ്റർ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എന്താ നിനക്ക് തന്നില്ല, തരാൻ വിട്ടുപോയി. അങ്ങനെയാണെന്ന് അഭിനയിച്ചു, അറിയാത്ത പോലെ. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it?
എന്തുകൊണ്ട് നീ മറന്നുപോയി? അല്ലെങ്കിൽ മറന്നുപോയി എന്നല്ല, എന്തുകൊണ്ട് നിനക്ക് തരാൻ പറ്റിയില്ല? വൈ? എന്തുകൊണ്ട് ചോദിക്കുകയാണ്. വാട്ട് എ ന്യൂസൻസ്, അജിത് സേസ്. ഐ ഫോർഗട്ടൻ. വാട്ട് എൽസ്? വൈ എൽസ്? എന്തൊരു ശല്യം, ഞാൻ മറന്നുപോയി. ഇതിപ്പോ ഇത്ര വലിയ ശല്യം, ഇത്ര ഗർജിക്കാൻ മാത്രം എന്താ ഉള്ളത്? ലയർ. നമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. നമിത ചീറ്റി, ഒരു പാമ്പിനെ പോലെ ചീറ്റി. എന്തു പറഞ്ഞു? നുണയൻ. Why are you saying whatever comes to your mouth? Don't people forget? വായിൽ വന്നൊക്കെ വിളിച്ചു പറയാ. എന്താ മനുഷ്യന്മാരും മറക്കില്ലേ? ആര് ചോദിച്ചു? അജിത്ത് ചോദിച്ചു. No, they don't. Why did you open my letter? എന്തുകൊണ്ട് നീ എന്തിനാ എന്റെ ലെറ്റർ തുറന്നത്? This charge Ajit tries to scatter to the winds. What if I open it, my own wife's letter? അജിത്തിനെ പേര് ചോദ്യം കേട്ടപ്പോൾ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. പലപ്പോഴായിട്ട് ഇവളത് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഇവനത് എന്താ പറയാ ചിരിച്ചു തള്ളിയിട്ടുമുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി എന്താ പറയാ അലറിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചപ്പോൾ ഇവൻ എന്താ പറഞ്ഞത്? ഇവനത് കാറ്റിൽ പറത്താൻ ശ്രമിച്ചു. വാട്ട് ഇഫ് ഐ ഓപ്പൺ ഇറ്റ്? ഞാനിപ്പോൾ അത് തുറന്നാൽ എന്താ കുഴപ്പം? എന്താ ഒരു ഭാര്യയുടെ ലെറ്റർ ഒരു ഭർത്താവിന് തുറക്കാൻ പാടില്ലേ? ചോദിക്കണം. ബി ക്വയറ്റ്. Be quiet. I tell you, be quiet. Okay? I tell you, be quiet. For what reason should you open my letters? Haven't I told you 1,000 times not to? Be quiet. Don't open your mouth. എത്ര വട്ടം ആര് പറഞ്ഞു നിങ്ങളോട് എന്റെ കത്ത് തുറക്കാൻ? എത്ര വട്ടം? 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ചെയ്യരുതെന്ന്. നമിത again he blasts. She blasts. Ajit does not fear Namida's anger. He fears a row. ഈ എന്താ പറയുക, ഈ ആക്ഷനും ഈ ഡ്രാമ നമുക്ക് പറയാൻ പറ്റില്ല. നമിത ശരിക്കും അവളുടെ ഫ്രം ഹാർട്ട്, അവളുടെ ഹൃദയത്തിൽ നിന്നുണ്ടായ തീജ്വാലയാണ് അവള് കാണിക്കുന്നത്. പക്ഷെ ഇയാളിതൊന്നും കണ്ടിട്ട് ഭയപ്പെട്ടില്ല. So he smiles an affected smile and says, if you are forbidding it, then it's a definite something. It is a definite something. Shouldn't I make sure that no one's passing you love letters in secret? Okay. ഇവള് നമിത കൂടുതൽ ആങ്ക്രി വയലന്റ് ആവുകയാണ്. അപ്പോൾ ഇവളുടെ ദേഷ്യത്തിലൊന്നും അജിത്തിന് ഭയമില്ല. പക്ഷെ ഇതൊരു കൂട്ടുകുടുംബമാണ് അല്ലേ, എല്ലാവരും ഉണ്ടാവും വീട്ടില്. അപ്പൊ ആ ഒരു ഇത് ഇവൻ മാനിക്കണമല്ലോ. അപ്പൊ ഇത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി, ഈ ഒരു ബഹളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ സ്മൈലൊക്കെ മുഖത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ അജിത്ത് ചോദിക്കുകയാണ്, ഓക്കെ നീ അത് വിലക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് റോങ് ഉണ്ടാവാതിരിക്കില്ലല്ലോ, ഞാൻ ഉറപ്പ് വരുത്തണ്ടേ നിനക്ക് ലവ് ലെറ്റർ ഒന്നും വരുന്നില്ല എന്ന് ഇയാള് ആ ഒരു സീൻ മറക്കാൻ വേണ്ടി പറയാണ്. സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. ഇത് കേട്ടപ്പോ കൂടുതൽ വെറുത്തുപോയി, അല്ലെങ്കിൽ കൂടുതൽ ദേഷ്യം വന്നു. സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഇത്രയും തരം താന്നൊരു മനുഷ്യനാണോ ചോദിക്കുകയാണ്. ആഫ്റ്റർ ദിസ് it's not possible for Ajit to smile his fake smile any longer. അപ്പോൾ ഇത്രയും എന്താ പറയാ അജിത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ഒരു ഫേക്ക് സ്മൈല് കീപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അയാളെ ശരിക്കുള്ള രൂപം പുറത്തേക്ക് എടുക്കുകയാണ്. Now he too picks up the poison knife. അവനും എടുത്തു എന്റെ വിഷമുള്ള ആ നൈഫ്. What's that? Yes, his tongue. He says, is that so? Those who whine day and night and hold out their palms to their son-in-law, they are high-class people. Oh, okay. Day and night, രാത്രി 24 മണിക്കൂറും കൈ നീട്ടി യാചിക്കുന്ന നിങ്ങളാണോ ഹൈ ക്ലാസ് പീപ്പിള്? വൈൻ മീൻസ് കംപ്ലൈനിങ്, ഓൾവേസ് കംപ്ലൈനിങ്, യാചിക്കുക, പരാതിപ്പെട്ട് യാചിക്കുന്ന നിങ്ങളാണോ ഹൈ ക്ലാസ് പീപ്പിൾ? A dung picker's daughter becomes a queen and so. അപ്പൊ ഈ ലെറ്ററിലെ കണ്ടന്റ് വെച്ചിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. എന്താണ് ക്യൂൻ എന്നല്ലേ അമ്മ മകളെ പറഞ്ഞത്. dung picker's daughter becomes a queen. dung picker means ചാണകം. അപ്പൊ ചാണകം വാരുന്ന ആളുടെ മകളാണോ ക്യൂൻ എന്നായത്? ആൻഡ് സോ അപ്പൊ പരിഹസിക്കാൻ കൂടുതൽ റിഡിക്കുലസ് ആയിട്ട് അവിടെ നമിത ഇൻസൾട്ടായി പോവുകയാണ്. ഷട്ട് അപ്പ്, നമിത യെൽസ്. നമിത അലറി, ഷട്ട് അപ്പ്, shut your mouth. Their rooms on the 3rd floor. That's a blessing.
Otherwise, with that scream, everyone would have come to look. They are screaming there. അവരുടെ റൂമിൽ അലറുക, അങ്ങോട്ടും അലറുകയാണ്. പക്ഷെ 3rd ഫ്ലോറിലായതുകൊണ്ട് തന്നെ ആരും അധികം കേട്ടുന്ന, അല്ലെങ്കിൽ എല്ലാവരും കൂടി വന്നേരും ഇവിടെ എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. Shut up! Ajit roared out. Oh, shut up! You want me shut my mouth? What shut up? I'll do what I want. What I please. What will you do? Can you do something? You want me to shut up, huh? എന്റെ വായ അടക്കാൻ നീ ശ്രമിക്കുന്നോ? I will do whatever I want. Okay? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. I will do what I please. I will do what I please. What will you do? Can you do anything? നീ എന്താ ചെയ്യുക? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? Because you are a woman. ഇവരുടെ കാഴ്ചപ്പാട്ടിൽ എല്ലാം സഫർ ചെയ്യുന്ന ഒരു വുമൻ ആണ്. ഇനി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മുടെ മാച്ച് ബോക്സ്. വൈ ഷീ കമ്പയർസ് വുമൻ ടു എ മാച്ച് ബോക്സ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഐ കാൺട്ട്, എനിക്ക് പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ കാൺട്ട് ഡു എനിത്തിങ്. ഓൾമോസ്റ്റ് പാന്റിങ്, നൊമിത pronounces each word clearly. You want to see if I can do anything. Okay, നീ കാണും, ഞാൻ കാണിച്ചു തരാം, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ കാണിച്ചു തരാം. പാന്റിങ് മീൻസ് ഔട്ട് ഓഫ് ബ്രെത്ത്. അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല, സത്യം പറഞ്ഞെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും ഓരോ വാക്കും വളരെ വ്യക്തം വെച്ചിരിക്കണം. ഞാൻ നിനക്ക് കാണിച്ചു തരാം വാട്ട് ഐ ക്യാൻ ഡു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ, ഷി ഡസ് സംതിങ് ദാറ്റ് ഇസ് ആസ്റ്റനിഷിംഗ്. പെട്ടെന്ന് തന്നെ അവൾ ചെയ്തത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സർപ്രൈസിംഗ് ആണ്. അജിത്ത് ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അവൾ ചെയ്തത്. വാട്ട്സ് ദാറ്റ്? She grabs Ajit's matchbox that is lying near his cigarettes on the table and fish. അളെന്തെടുത്തു? സിഗരറ്റിന്റെ എടുത്തിരുന്ന മാച്ച് ബോക്സ് എടുത്തു. ഓക്കെ, കത്തിച്ചു. She lights a matchstick and touches it to her sari. സാരി മാച്ച് സ്റ്റിക്ക് എടുത്തു, ഉരച്ചു, കത്തിച്ചു, സാരിമേ പിടിപ്പിച്ചു. Instantly it flares up the very fine angle of a wealthy wife sari. Yes, പ്രത്യേകിച്ച് നോട്ട്സ് അവരെ കൈൻഡ് ഓഫ് എന്താ പറയുക, ഫൈബർ അങ്ങനെയാണ്, പെട്ടെന്ന് കത്തിപ്പിടിക്കും. മാത്രമല്ല ഇവളിപ്പോ ഒരു വെൽത്തി ഫാമിലിയിലെ ഭാര്യ ആയതുകൊണ്ട് തന്നെ നല്ല വെൽത്തി ആയിട്ടുള്ള സാരിയും ആ ഒരു ഫോമിലായിരിക്കും, ഔട്ട്ലുക്കിലായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് കത്തിപ്പിടിച്ചു, ചുരുക്കി പറയുകയാണെങ്കിൽ ആ വില കൂടിയ ഭാര്യയുടെ വില കൂടിയ സാരി. Then the very next instant, Ajit, have you gone mad? പെട്ടെന്ന് അജിത്, നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? വട്ടായോ? He says and jumps to her side and grabs the burning patch and slaps it between his hands and put out the fire. രണ്ട് കൈ കൊണ്ട് അടിച്ച് ഈ സാരിമേലത്തെ എന്താ പറയാ തീയൊക്കെ അണച്ചു. And to tell the truth, സത്യം പറയുകയാണെങ്കിൽ, now he is a little afraid. ഇപ്പൊ അവന് ചെറുതായിട്ടൊന്ന് ഭയന്നു. She looks fearfully at Nomida's face. Sees a fire burning there, bright blazing red. നമിതയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഒരു ഹോട്ട് റെഡ്നെസ്, തീജ്വാല കാണാൻ അവന് കഴിഞ്ഞു. She doesn't have the courage to put out that fire by slapping it between his hands. സാരിയുടെ തീ എങ്ങനെയാ കെടുത്തി? രണ്ട് കൈ കൊണ്ട് അടിച്ചിട്ട്, അതുപോലെ രണ്ട് കൈ മുഖത്തടിച്ചിട്ട് കെടുത്തുവാനുള്ള ആ തീ മുഖത്ത് കണ്ട തീജ്വാല തല്ലിക്കെടുത്താനുള്ള ധൈര്യം അവനുണ്ടായില്ല. So he tries to pour water on it. അതുകൊണ്ട് എന്ത് ചെയ്തു? ബുദ്ധിപൂർവ്വം അത് മെച്ചിരി വെള്ളം ഒഴിക്കാമെന്ന് കരുതി. അവിടെ എന്തോ ഉദ്ദേശിക്കുന്നത് മുഖത്ത് കോരി വെള്ളം ഒഴിക്കുകയല്ല, ആളുടെ മൂടൊന്ന് ഡൗൺ ആക്കി. യെസ്, അജിത്ത് ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ടു. എന്നിട്ട് സോ ഹി ട്രൈസ് ടു pour the water on it with great difficulty. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ he attempts to speak normally. നോർമലായിട്ട് ദേഷ്യമൊക്കെ നടക്കി സംസാരിക്കാൻ ശ്രമിച്ചു. You lose all common sense when you get angry, don't you? A woman and such anger, oof. അപ്പോൾ വളരെ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതായത് ദേഷ്യമൊക്കെ അടക്കി വെച്ചുകൊണ്ട്, നിനക്ക് ദേഷ്യം വരുമ്പോൾ നിന്റെ കോമൺ സെൻസ് ഇല്ലാതാകുന്നു. ഓക്കെ, ഒരു ലേഡി, ഒരു വുമൺ ഇത്രയും ദേഷ്യപ്പെടാൻ, ഓ മൈ ഗോഡ്, ഓഫ് ആക്കി. Who knows what Namida would have said next? But right then her niece Rini steps into the room. Okay, ഇതിനുള്ള മറുപടി എന്താണ് നമിത പറഞ്ഞിരിക്കുക? ഇത് നമുക്ക് വിട്ടുന്നിരിക്കുകയാണ്. ആർക്കറിയാം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ അപ്പത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് സീൻ എന്താണ്? ഇതിന്റെ ഇടയിലേക്ക് റിനി സ്റ്റെപ്സ് ഇൻ ടു ദ റൂം. ഇവർ റൂമിലേക്ക് ഇവരുടെ നീസ് ആയിട്ടുള്ള, ഇവരുടെ മരുമകളായിട്ടുള്ള ആരാണ് വന്നത്? റിനി വന്നു. ഓക്കെ, റിനി വന്നിട്ട് എന്താണ് സംഭവിച്ചത്? പ്ലീസ് ഗൈസ്, we will
സീ ഇറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, നമുക്കിത് ഇവിടെ നിർത്താൻ പറ്റുന്ന അത്യാവശ്യം ലെങ്തി ആയി. ഇതുവരെയുള്ള ഭാഗങ്ങൾ നന്നായി ഒന്ന് വായിക്കുക. റിനി കയറി വന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു റീഡ്. പ്ലീസ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ആസ് ഓൾവേസ്. ബൈ.